അപ്പോൾ ഗൈസ്, അപ്പോൾ പെയിൻറ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് ഈ കാണുന്ന പോലെ ഫുള്ള് നമ്മൾ സാൻഡ് ചെയ്യണം. അപ്പോൾ ഇത് ഏകദേശമൊക്കെ സാൻഡ് ചെയ്തിട്ടുണ്ട്. ഇനി ബാക്കിയും കൂടെ സാൻഡ് ചെയ്ത് സെറ്റ് ചെയ്യണം. എന്നിട്ട് വേണം പൊട്ടിയിടാൻ. ഈ കാണുന്ന പെയിൻ്റൊക്കെ പൊട്ടിയിട്ടെടുത്തടിച്ചാണ്. ഇപ്പോൾ എല്ലാം നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. ഇനിയും പെയിൻറ്റിങ് ആണ്. ഇത് ജസ്റ്റ് ഉണങ്ങിയിട്ട് ഫസ്റ്റ് കോട്ട് പെയിൻ്റ് അടിച്ചിട്ട് സാൻഡ് ചെയ്തിട്ട് പിന്നെ അടുത്തൊരു കോട്ട് കൂടെ അടിക്കണം. പിന്നെ അതിൻ്റെ മുകളിൽ ഡിസൈന് കാര്യങ്ങളൊക്കെ. ഗൈസ്, അപ്പോൾ പെയിൻറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ കവർ ചെയ്യേണ്ട ഭാഗങ്ങളായി നമ്മൾ കവർ ചെയ്ത് സെറ്റാക്കുക. എന്നിട്ട് വേണം പെയിൻറ്റ് ചെയ്യാൻ. എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. നമ്മൾ സ്പ്രേ പെയിൻ്റാണ് യൂസ് ചെയ്യുന്നത്. ഇതാണ് ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്ത് വാങ്ങിയതാണ്. ഇതാണ് യൂസ് ചെയ്യുന്നത്. അത് പെയിൻറ്റ് അടിച്ചിട്ട് കാണാം. ഗൈസ്, അപ്പം ബോംബെയുടെ ഗ്ലാസ് ഒട്ടിക്കുകയാണ്. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ആ ഒരു ബീഡിങ് എന്ന് പറഞ്ഞാൽ ഒരു സ്ക്വയർ പോലെ ഇരിക്കുന്ന ഒരു ചാർജർ കേബിളിൻ്റെ വയറാണ്. അത് കാണിക്കാൻ കഴിഞ്ഞാൽ ഇതാണ് സാധനം. ഇത് വെച്ച് നമ്മൾ ഗ്ലാസ് നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ഗ്ലാസ് കിട്ടി. അത് മറ്റേ ഫേസ് ഷീൽഡാണ്. കൊറോണ ടൈമിലൊക്കെ യൂസ് ചെയ്ത ഫേസ് ഷീൽഡ്, അതിൻ്റെ ഗ്ലാസ്സാണ്. അപ്പോൾ അത് അത്യാവശ്യം കറക്റ്റ് സ്യൂട്ടാവുന്നുണ്ട്. കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതേപോലെ ഒട്ടിച്ചെടുത്താൽ മതി. ഇത് സ്റ്റിക്കറൊക്കെ വെച്ച് ഇങ്ങനെ ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഗൈസ്, വണ്ടിയുടെ പണി ഏകദേശം പെയിൻറ്റിങ് ഫിനിഷ് ആയിട്ടില്ല. ഇനി ക്ലിയർ കോട്ട് അടിക്കാനുണ്ട്. അതൊക്കെ കഴിഞ്ഞാൽ ഫിനിഷ് ആവും. അപ്പോൾ ഇതുവരെ ഏകദേശം ഇത്ര ആയിട്ടുണ്ട്. ഇതേപോലെ ആയിട്ടുണ്ട്. കറക്റ്റ് എക്സാക്റ്റ് കളറിൽ നമ്മൾ അടിച്ചിരിക്കുന്ന രീതിയിലും കളർ സെറ്റപ്പ് ഒന്നുമില്ല. എങ്കിലും നമ്മൾ ഒപ്പിച്ചൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. ഇപ്പം കുറേ മിസ്റ്റേക്ക് കാര്യങ്ങളെല്ലാം ഉണ്ട്. പെയിൻറ്റ് ഷെയ്ഡിൻ്റെ കാര്യത്തിലും ഇവിടെ കാണാം. ഇവിടെ കുറച്ച് വേറെ കളർ ബ്ലാക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അവിടെ പെയിൻറ്റ് കുറച്ച് രീതിയിൽ തെറ്റിപ്പോയി. അപ്പോൾ അങ്ങനെ സെറ്റപ്പ് ചെയ്തപ്പോൾ അത് കുറച്ച് വിഷയമുണ്ട്. അങ്ങനെ കുറേ ഇടത്തുണ്ട്. അതുകൊണ്ട് ഈ സൈഡിലായാലും ഇവിടെ ആയാലും ഇതേപോലെ അപ്പുറം സൈഡായാലും ആ ഒരു ലോഗോയുടെ കാര്യത്തിൽ സെറ്റപ്പ് ചെയ്തപ്പോൾ മിസ്റ്റേക്ക് വന്നിട്ട് രണ്ടും റിമൂവ് ചെയ്ത്. അപ്പോൾ അത് ചെറിയൊരു അവിടെ നിന്നൊരു എലമ്പ് പോലെ വന്നിട്ടുണ്ട്. അത് നേരിട്ട് കാണുമ്പോൾ അത് അറിയാൻ പറ്റും. അല്ലാതാകുമ്പോൾ നമുക്ക് ഈ ക്യാമറയിലൊക്കെ വീഡിയോയിൽ കാണുമ്പോഴും ഒന്നും അതൊന്നും വലിയ നോട്ടീസ് ചെയ്തില്ല. അപ്പോൾ ഇവിടെയൊക്കെ ആണെങ്കിലും കുറേ മിസ്റ്റേക്ക് ഉണ്ട്. ഇവിടെ കൊണ്ടുപോയി ഫിനിഷിംഗ് ഒന്നും വന്നിട്ടൊന്നുമില്ല. അതൊക്കെ ജസ്റ്റ് ഒന്ന് തട്ടിക്കൂട്ടിൽ പെട്ടെന്ന് ഇറക്കണം. അതിന് വേണ്ടി ജസ്റ്റ് സെറ്റ് ചെയ്യുന്നത്. ബാക്കിലൊക്കെ ആയാലും ഇതുപോലെ ഇപ്പോൾ തന്നെ നമ്മൾ ചിലപ്പം ഇതിപ്പം ഇനിയും കുറേ വർക്കുണ്ട്. ആ ഒരു ഗ്ലാസിൻ്റെ ബീഡിങ് ഒക്കെ ഉണ്ട്. അവിടെ കുറച്ച് സെറ്റ് ചെയ്യാനുണ്ട്. ആ ഒരു കളറൊക്കെ കുറച്ച് അടിക്കാനുണ്ട്. പിന്നെ ടോപ്പിൽ കുറച്ച് കളർ നമ്മൾ അടിച്ചിട്ടുണ്ടായിരുന്നു. അത് വൃത്തിക്ക് അടിക്കണം. അത് അവസാനം അടിച്ചാൽ മതി. പിന്നെ സ്റ്റിക്കർ വർക്കുണ്ട്. അതെന്താണെന്ന് എനിക്കിപ്പോൾ അറിയത്തില്ല. ഇപ്പോഴേ പറയാൻ പറ്റത്തില്ല. ഇവിടെ സ്റ്റിക്കർ വെച്ച് മറക്കാനുള്ളതാണ്. ഇവിടെ ഈ ഒരു ഭാഗം ഇവിടെ വരെ ഇങ്ങനെ. പിന്നെ ഇവിടെ ഫുള്ള സ്റ്റിക്കർ വരുന്നതാണ്. ഇവിടുത്തെ ഗ്ലാസ്സിൽ സ്റ്റിക്കർ ഒട്ടിച്ചിട്ട് സെറ്റ് ചെയ്യും. ഇവിടെ ഒരു തുറന്നിട്ടേക്കും ഓപ്പണാക്കിയിട്ടേക്കുന്നോട്ട് ഗ്ലാസ് വരുന്നുണ്ട്. അതേപോലെ തന്നെ പിന്നെ അകത്ത് കുറച്ച് വൃത്തിയാക്കാനുണ്ട്. ഇതൊക്കെ ഇവിടെയൊക്കെ ബ്ലാക്ക് ഡോട്ടുകളുണ്ട്. അപ്പോൾ നമ്മൾ ബോഡി പെയിൻറ്റ് അടിച്ചപ്പോൾ അതോടൊക്കെ സ്പ്രെഡ് ആയത് അതൊക്കെ സെറ്റ് ചെയ്യാനുണ്ട്. അങ്ങനെ അല്ല ചില ചെറിയ ചെറിയ പണികൾ പിന്നെ ഉണ്ട്. ഇതേപോലെ ഇപ്പുറത്ത് ചെറിയ പണികളുണ്ട്. ഇതൊക്കെ നേരത്തെ സെറ്റപ്പ് ചെയ്തൊരു നിറമായിരുന്നു. അപ്പോൾ അത് പെയിൻറ്റ് അടിക്കുന്ന നേരം ചരിച്ചിട്ട സമയത്ത് അങ്ങനെ ഒടിഞ്ഞ് അങ്ങനെ ഇത് അതേപോലെ ഒരുമാതിരി ഒടിഞ്ഞൊക്കെ ഇരിപ്പുണ്ട്. നമ്മൾ പെയിൻറ്റ് അടിക്കാൻ വേണ്ടി ഇതിലെടുത്ത് മാറ്റിയതാണ്. നിറമല്ലോ ലൈറ്റൊക്കെ ഉണ്ട്. ഇതേപോലെ അതൊക്കെ കാണത്തില്ല വൃത്തിയായിട്ട്. ഈ ഒരു ഭാഗത്തുണ്ട് പെയിൻറ്റിൻ്റെ ഫീഡ്
അറിയാൻ പറ്റും. അവിടെ വേറെ ടോൺ വന്നിട്ടുണ്ട്. പിന്നെ അത് കുറച്ച് സെറ്റ് ചെയ്യാനുണ്ട്. പിന്നെ വീല് കുറച്ച് സെറ്റ് ചെയ്യാനുണ്ട്. വീല് കണ്ടോ, എനിക്കൊരു സംഭവം സ്മൂത്ത് ചെയ്യാനുണ്ട്. എല്ലാ വീലും സെറ്റ് ചെയ്യണം. അതൊക്കെ ലാസ്റ്റത്തേക്ക് വെച്ചേക്കുന്ന പണികളാണ്. ഡിസൈൻ വർക്ക് വേണ്ടി വേണം എല്ലാം സെറ്റ് ചെയ്യാം. ഇപ്പോൾ ഫുള്ള് ഇനാമൽ പെയിൻ്റാണ് നല്ല സെറ്റ് ചെയ്തേക്കുന്നത്. ഇനിയിപ്പോൾ സ്റ്റിക്കർ വർക്കാണ്. നെയിമിൻ്റെ കാര്യത്തിലേക്കായാലും കുറേ വിഷയമുണ്ട്. ആ രീതി കിട്ടിയില്ലെങ്കിൽ ഒരു എടുപ്പ് കാണത്തില്ല. ഇത്രയും സെറ്റാക്കിയിട്ട് പിന്നെ ഒരു നെയിം മാത്രം ആരംഭമായി കഴിഞ്ഞാൽ ഒരു ബോറായിപ്പോവും. അപ്പോൾ അത് സെറ്റ് ചെയ്യണം. ഇതൊക്കെ കടക്കട നല്ലൊരു പറഞ്ഞാണ് സെറ്റ് ചെയ്ത്. പിന്നെ ഇവിടെ കണ്ട കുറച്ച് ഫിനിഷൊക്കെ ഉണ്ട്. അതെല്ലാം ഫുള്ള് ചിലന്തി വന്ന് കൂട് വെച്ച് മൊത്തം അലമ്പാക്കിയിട്ട് അതെല്ലാം വൃത്തിയാക്കാറുണ്ട്. ഗൈസ്, അപ്പോൾ ക്ലിയർ കോട്ട് അടിച്ചിട്ടൊക്കെയാണ് നമ്മൾ സെറ്റാക്കി. ഇതിനി സക്സസ്ഫുൾ ആവുമെന്ന് അറിയത്തില്ല. ചില സ്ഥലങ്ങളിലാണെങ്കിൽ ഈ കാണുന്ന പോലെ വരുന്നുണ്ട്. അപ്പം എന്തുവാന്ന് എനിക്കറിയില്ല. ഇനിയും കയ്യിലേക്ക് കഴിഞ്ഞാൽ മുഞ്ചി ഫുള്ള് പോകും. ചില സ്ഥലങ്ങളിൽ ഇങ്ങനെ ക്രാക്കായ പോലെ വരുന്നുണ്ട്. ഗൈസ്, അപ്പോൾ ഫുൾ പെയിൻറ്റിങ്ങിൻ്റെ പണിയെല്ലാം കഴിഞ്ഞു. ഇപ്പോൾ ക്ലിയർ കോട്ട് വരെ അടിച്ചു, ഡബിൾ കോട്ട് അടിച്ചു, നല്ല ഗ്ലോസി ആയിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആദ്യം കാണിച്ചോട്ട് ആ ഒരു ചെറിയ ഒട്ടലും പടലൊക്കെ കാണുന്നുണ്ട്. അതിൽ കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇനിയും മണ്ടയ്ക്ക് AC-യുടെ ആ ഒരു ഭാഗം വരുത്താണെങ്കിൽ ഒരു ലോഗോ അടിക്കാനുണ്ട്. കൊമ്പൻ ലോഗോ അത് സെറ്റ് ചെയ്യണം. പിന്നെ അടുത്ത വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് റീൽസ് ഇടാൻ വേണ്ടിയിട്ട് ഒരു മോഡൽ പണിയുന്നുണ്ട്. ഒരു സ്കെയിൽ മോഡൽ ഇങ്ങനെ ഫ്രണ്ടിൽ നിർത്തും. ചെറിയ ഡീറ്റെയിലിങ് കൊടുത്തിട്ടുണ്ട്. ഇതൊരു ഫോണാണ്. ഇനി അവസാനം സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ എല്ലാം ക്ലിയർ ആവും. അപ്പോൾ ഈ കാണുന്ന പോലെ എല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ ജസ്റ്റ് വീഡിയോ എടുക്കാൻ പറ്റുകയാണ് ഈ പേര്. നമ്മൾ ഒരു സ്റ്റിക്കർ വെച്ച് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിനി പൈസ സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ നല്ല പോലെ കൊണ്ട് കൂളിംഗ് അടിച്ചെല്ലാം സെറ്റ് ചെയ്യണം. പിന്നെ കുറേ ഇവിടെ കണ്ടോ, ഇവിടെ എല്ലാം വർക്ക് എടുക്കാൻ നടക്കുന്നുണ്ട്. കുറച്ച് പൊടിയൊക്കെ ആയിട്ടുണ്ട്. ഇവിടെ എല്ലാം കൂളിംഗ് എടുക്കണം. ഇവിടെ ഫുള്ള് കൂളിംഗ് എടുക്കണം. ഇവിടെ കുറച്ച് ലെറ്ററിങ് ചെയ്യാനുണ്ട്. പിന്നെ ഇവിടെ ഗ്ലാസ് വരാനുണ്ട്. ഇവിടെ ഗ്ലാസ് വരാനുണ്ട്. പിന്നെ ഇവിടെ മറ്റേ ആ ഒരു എന്തൊരു ട്യൂബ് ഉണ്ടല്ലോ, റൗണ്ടിൽ ട്യൂബ് ഇങ്ങനെ വന്നിട്ടുണ്ട് സ്റ്റീലിൻ്റെ. അപ്പോൾ അത് സെറ്റ് ചെയ്യാനുണ്ട്. പിന്നെ ഇവിടുത്തെ ലോഗോ അടിക്കണോ വേണ്ട അത് അടിക്കാൻ ഇച്ചിരി ടഫാണ്. പിന്നെ കാണുന്ന ഒരു സൈഡെല്ലാം സെറ്റാക്കി ബൈക്കിൽ വെക്കുന്ന പോലെ ബ്രേക്ക് ലൈറ്റൊക്കെ ചുമ്മാ ജസ്റ്റ് തട്ടിക്കിട്ട്. ഇനി ഗ്ലാസ് കൂളിംഗ് അടിക്കാനുണ്ട്. പിന്നെ ലാഡർ കാര്യങ്ങളെല്ലാം വെച്ചിട്ടുണ്ട്. എല്ലാം സെറ്റാക്കി. വീല് കാര്യങ്ങളെല്ലാം ജസ്റ്റ് ഒരു തട്ടിക്കൂട്ട ജസ്റ്റ് ഇപ്പോഴത്തേക്കിനുണ്ടെല്ലാം സെറ്റ് ചെയ്തിട്ട് വെക്കാം.